എല്ലാവർക്കും PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ഉദ്ധരണികളാണ്. എല്ലാ ഉദ്ധരണികളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഉദ്ധരണികൾ അഥവാ കോഡ്സ്, ഓരോ വേർഡ്സ് ഉണ്ടല്ലോ, ഓരോരുത്തർ പറഞ്ഞ ഓരോ വേർഡ്സാണ് ഉദ്ധരണികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERT ടെക്സ്റ്റ് ബുക്കിൽ വന്ന മുഴുവൻ ഉദ്ധരണികളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവരെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകളാണ്. നിസ്സഹകരണ സമരത്തിന് മുമ്പായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ ഒരു ഭാഗമാണ് ഇത്. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയ കത്തിലെ ഭാഗമാണ് ഇത്. അപ്പോൾ ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നുള്ളത് ഗാന്ധിജിയുടെ ഉദ്ധരണിയാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഈ വാക്കുകളും ഗാന്ധിജിയുടെയാണ്. ദണ്ഡിയാത്രയോട് അനുബന്ധിച്ച സമരപ്രഖ്യാപനത്തിലാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്. ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഗാന്ധിജിയുടെ തന്നെ വാക്കുകളാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപന വേളയിലെ ഗാന്ധിജിയുടെ ആഹ്വാനമാണ്. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രമാണിത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. ആ മന്ത്രമാണിത് എന്ന് പറഞ്ഞിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. നാം ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇതും ഗാന്ധിജിയുടെ വാക്കുകളാണ്. ക്വിറ്റ് ഇന്ത്യ സമര പ്രഖ്യാപന വേളയിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഇത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു. സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞതാണ് ഇത്. സുഭാഷ് ചന്ദ്രബോസ് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണ്. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണിത്. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഇത്. തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാതൊരിങ്ങനെ, യൊട്ടുവല്ലഹോ ജാതി കോമരങ്ങൾ. കുമാരനാശാൻ്റെ ദുരവസ്ഥയിലെ വാക്കുകളാണ്. തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ, യൊട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്നുള്ളത് കുമാരനാശാൻ ദുരവസ്ഥയിൽ എഴുതിയ വാക്കുകളാണ്. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമൂഹിക തിന്മകളും അവസര നിഷേധങ്ങളും ചൂഷണങ്ങളും കേരളത്തിൽ നിലനിന്നിരുന്നതിനാൽ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാണ് വിവേകാനന്ദൻ. അദ്ദേഹം എന്താണ് കേരളത്തെക്കുറിച്ച് പറഞ്ഞ മുഴുവൻ വാക്കുകൾ എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ആ വീഡിയോയിൽ നാം വിശദീകരിച്ച് തരുന്നതാണ്. അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക നവോത്ഥാന നായകനാണ് സ്വാമി വിവേകാനന്ദൻ.
അദ്ദേഹം മലബാറിലാണ് സന്ദർശനം നടത്തിയത്. മലബാർ സന്ദർശനം നടത്തിയിട്ടാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ വചനമാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്നുള്ളത്. വേല ചെയ്താൽ കൂലി കിട്ടണം, വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്നാവശ്യപ്പെട്ടത് വൈകുണ്ഠസ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള പ്രശസ്തമായ വാക്യം ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. അതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നതും ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. അതും ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. അതുപോലെ ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഈ വാക്കുകളൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത് പിന്നെ പൊതുവെ എല്ലാവർക്കും അറിയാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇത്രയും വാക്കുകൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും എന്നുള്ളത് അയ്യങ്കാളിയുടെ വാക്കുകളാണ്. അവരുടെ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയ നേതാവായിരുന്നു അദ്ദേഹം. ഒരുപാട് സാമൂഹിക പരിഷ്കരണങ്ങൾ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടും പോരാടിയതാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. അതായത് കൃഷി ചെയ്യില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കുട്ടികളെ പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം നൽകിയിട്ടില്ലെങ്കിൽ ജന്മിമാരുടെ പാടത്ത് പണിയെടുക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇത്രയും വാക്കുകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്നുള്ളത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നുള്ളതും. വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഈ 3 വാക്കുകളും വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഇത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ വാക്കുകളാണ് ഈ വാക്കുകൾ. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്നുള്ള വാക്കുകൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്നുള്ളത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണ്. 1910 അദ്ദേഹത്തിൻ്റെ പത്രമായ സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും അതിൻ്റെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു.
അപ്പോൾ പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ ആളുകൾ നിർബന്ധിച്ചപ്പോഴാണ് ഈ വാക്കുകൾ പറഞ്ഞത്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന പൊയ്കയിൽ കുമാരു ഗുരുദേവൻ്റെ വാക്കുകളാണ് ഇത്. അദ്ദേഹം കവിതകളിലൂടെയൊക്കെയായിരുന്നു നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽപ്പെട്ട വാക്കുകളാണിത്. കാണുന്നില്ലോരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നു അനേക വംശത്തിൻ ചരിത്രങ്ങൾ. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു. ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ, ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ വന്ന വാക്കുകളാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊയ്കയിൽ കുമാരദേവൻ എന്ന നവോത്ഥാന നായകൻ്റെ വാക്കുകളാണ് ഇത്. ഗ്രീനിൻ്റെ സമൂഹത്തിനെ കുറിച്ചുള്ള വാക്കുകളാണ്. വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് സമൂഹം. സമൂഹം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ ഉൾക്കൊള്ളുന്ന വലിയ സംഘമാണ് എന്നത് തോമസ് ഗ്രീൻ്റെ വാക്കുകളാണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം. സമാജം എന്നുള്ളത് ആരുടെ വാക്കാണ്? ബൊഗാർഡസിൻ്റെ വാക്കുകളാണ്. സമാജം എന്നതിന് ബൊഗാർഡസ് കൊടുത്ത ഡെഫിനിഷനാണ്. ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ് സമാജം എന്നുള്ളത്. വ്യക്തികൾ സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. ഈ വാക്കുകൾ ആരുതാണ്? ഓക്ബേണിൻ്റെ വാക്കുകളാണ്. വ്യക്തികൾ സമൂഹത്തിൻ്റെ സാമ്പ്രദായികങ്ങളുമായി പൊരുത്തപ്പെടാൻ പഠിക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം എന്നുള്ളത് ഓക്ബേണിൻ്റെ വാക്കുകളാണ്. ലഗ്താ നഹീ ഹേ ജി മേരാ, ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ജീവിതത്തിൻ്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു. ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം. ജനിച്ച മണ്ണിൽ ലയിക്കാൻ 6 അടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ. ഇത് ബഹദൂർ ഷാ സഫറിൻ്റെ വാക്കുകളാണ്. ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഷെഹിൻഷാഹി ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേര് ലഭിച്ച ചക്രവർത്തിയായിരുന്നു. ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ചക്രവർത്തി ബഹദൂർ ഷാ സഫറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഇത്. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് ഇത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. WC ബാനർജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ യോഗത്തിൽ നടത്തിയ പ്രസംഗമാണിത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ് WC ബാനർജിയുടെ വാക്കുകൾ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത് ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലെയുടെ വാക്കുകളാണിത്.
1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന റിസ്ലേയുടെ വാക്കുകളാണ് ഇത്. ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള ടാഗോറിൻ്റെ വാക്കുകളാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിവ. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ബംഗാൾ വിഭജനത്തെക്കുറിച്ച് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകളാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇതാണ് ടാഗോറിൻ്റെ ബംഗാൾ വിഭജനത്തെക്കുറിച്ചുള്ള വാക്കുകൾ. കലം ചെയ്കോവേ കലം ചെയ്കോവേ അച്ചുടയിച്ച കട്ടാരം പൊരുന്തിയ ചിറ്റുവൻ പല്ലി പോലത്തനൊടു ചുരം പല വന്തക്കെ മുരുളി വലിയ മലരകൻ പൊയ്മത്തായി അകലിത കവനൈമോ നന്ദലൈ മുരൂർ കലൈഞ്ചൈക്കാവേ. പുറനാനൂറിലെ വരികളാണിത്. വരികൾ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പുറനാനൂര് പ്രാചീന കൃതിയായ പുറനാനൂറിലെ വരികളാണ് ഇത്. സംഘകാല കൃതിയായ ഔവയ്യാറിലെ വരികളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. നാടാ കൊണ്ട്രോ കാടാ കൊണ്ട്രോ അവലാ കൊണ്ട്രോ മിച്ചയാ കൊണ്ട്രോ എവ്വൈ നല്ലവരാടവൻ ഔവൈ നല്ല വാഴി നിലനേ. ഔവയ്യാറിലെ സംഘകാല കൃതിയായ ഔവയ്യാറിലെ വരികളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. തിരുക്കുറളിലെ വരികളാണ്. കർഗ കജടറ കർബൈവേ കറ്റപിൻ നിർഗ അതർക്കു തക. കർഗ കജടറ കർബവൈ കറ്റപിൻ നിർഗ അതർക്കു തകട. തിരുക്കുറളിലെ വരികളാണ്. തേൻ നെയ്യോടു കിഴകുമാറിയോർ മീൻ നെല്ലോടു തറവു മറുകവും. തേൻ നെയ്യോടു കിഴങ്ങുമാറിയോർ മീൻ നല്ലൊരു തറവു മറുകവും. പെരുനാരറ്റുപടയിലെ വരികളാണ്. പെരുനാരറ്റുപടയിലെ വരികളാണ്. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പുപരലുകൾ ഉച്ചത്തിൽ വില പറഞ്ഞു കൊണ്ടുപോകും കച്ചവടക്കാർ വണ്ടിക്കാളകളെ നുകമഴിച്ചു മേയാൻ വിട്ട് കല്ലടുപ്പു കൂട്ടി പാകം ചെയ്യും ആഹാരം. അകനാനൂറിലെ വരികളാണ്. ഉപ്പളങ്ങളിൽ വിളഞ്ഞ ഉപ്പുപരലുകൾ ഉച്ചത്തിൽ വില പറഞ്ഞു കൊണ്ടുപോകും കച്ചവടക്കാർ വണ്ടിക്കാളകളെ നുകമഴിഞ്ഞു മേയാൻ വിട്ട് കല്ലടുപ്പ് കൂട്ടി പാകം ചെയ്യും ആഹാരം. അകനാനൂറിലെ വരികളാണ് ഇത്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ്. ഗ്രാമസ്വരാജുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ് മഹാത്മാഗാന്ധിയുടെ. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഇത് പറഞ്ഞത് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിലാണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്താണ് നെഹ്റു ഇങ്ങനെ പറഞ്ഞത്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് ബക്രാനങ്കൽ അണക്കെട്ടിൻ്റെ ഉദ്ഘാടന വേളയിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഈ വാക്കുകൾ. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും. വിൽഡൂറൻറ്റിൻ്റെ സ്റ്റോറി ഓഫ് സിവിലൈസേഷനിലെ വാക്കുകളാണ്. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന പുസ്തകത്തിലെ വിൽഡൂറൻറ്റിൻ്റെ വാക്കുകളാണ് ഇത്. ജസ്റ്റീനിയനെ കുറിച്ചുള്ള വാക്കുകളാണ്.
വിൽ ഡുറാന്റിൻ്റെ വാക്കുകളാണ്. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിലെ വാക്കുകളാണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കറാണ്. എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾ കാണുള്ള അവകാശങ്ങളെക്കുറിച്ച്, മൗലികാവകാശങ്ങളിലെ ഈ അവകാശത്തെക്കുറിച്ചാണ് അംബേദ്കർ ഇങ്ങനെ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചുള്ള വാക്കാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയിലെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഗവൺമെൻറ്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ജവഹർലാൽ നെഹ്റു മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണ് രാജാവ്. ദൈവത്തെ പോലെ തന്നെ സമാനതകളില്ലാത്ത ശക്തിയാണ് രാജാവിനുള്ളത്. ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള പ്രതിനിധിയാണ് രാജാവ്. ദൈവത്തെ പോലെ തന്നെ സമാനതകളില്ലാത്ത ശക്തിയാണ് രാജാവിനുള്ളത്. താരിഖ് ഫിറോസ് ഷാഫി സിയാബുദ്ദീൻ ബറാനിൻ്റെ താരിഖ് ഫിറോസ് ഷാഫി എന്ന ഗ്രന്ഥത്തിലാണ് ഈ വാക്കുകൾ. സിയാബുദ്ദീൻ ബറാനിയുടെ താരിഖ് ഷാഫി എന്ന ഗ്രന്ഥത്തിലാണ് ദൈവത്തിന് ഭൂമിയിലുള്ള പ്രതിനിധിയാണ് രാജാവ്, ദൈവത്തെ പോലെ തന്നെ സമാനതകളില്ലാത്ത ശക്തിയാണ് രാജാവിനുള്ളത് എന്നുള്ള പരാമർശം നടത്തിയത്. താരിഖ് ഫിറോസ് ഷാഫി എന്ന ഗ്രന്ഥത്തിലെ സിയാബുദ്ദീൻ ബറാനിയുടെ ഈ ഗ്രന്ഥത്തിൽ. അതീവ ശ്രദ്ധയോട് അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയും അരുത്. അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയും അരുത്. കൃഷ്ണദേവരായർ അമുക്തമാലദ്യ എന്ന ഗ്രന്ഥത്തിൽ നടത്തിയ പരാമർശമാണ്. കൃഷ്ണദേവരായരുടെ അമുക്തമാലദ്യ എന്ന ഗ്രന്ഥത്തിലെ വാക്കുകളാണ് ഇത്. അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയും അരുത്. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ജിയോവനി സെരാരിയാണ്. ഇറ്റാലിയൻ സഞ്ചാരിയായ ജിയോവനി സെരാരിയുടെ വാക്കുകളാണ് ഇത്. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിൽ എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ് എന്നുള്ളത് ഇറ്റാലിയൻ സഞ്ചാരിയായ ജിയോവന്നി സെരാരിയുടെ വാക്കുകളാണ്. കർണാടകത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവും വീരശൈവ ലിംഗായത്തിൻ്റെ നേതാവുമായിരുന്ന ബസവണ്ണയുടെ വാക്കുകളാണ് ഈ മുകളിൽ കൊടുത്ത രണ്ടെണ്ണം. നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തേത്, ലോകത്തിലെ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയും. ലോകത്തിലെ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വവുമുണ്ട്. കവിയായിരുന്ന കബീറിൻ്റെ വരികളാണ്. ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. എന്നാൽ അതെല്ലാം സ്വർണം തന്നെയല്ലേ? വ്യത്യസ്തത നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമാണ്. കബീറിൻ്റെ വരികളാണ്. ദൈവം പല നാമത്തിൽ അറിയപ്പെടുന്നു. അള്ളാ, റാം, കരീം, കേശവ്, ഹരി, ഹസ്രത്ത്. സ്വർണം മോതിരമായും വളയായും മാറ്റാം. എന്നാൽ അതെല്ലാം സ്വർണം തന്നെയല്ലേ? വ്യത്യസ്തത നാം ഉപയോഗിക്കുന്ന വാക്കിൽ മാത്രമാണ്. കബീറിൻ്റെ വരികളാണ്. അമീർ ഖുസ്രുവിൻ്റെ വരികളാണ്. മറ്റു രാജ്യങ്ങളിലെ സംഗീതത്തെക്കാളും ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു. 30-40 വർഷമെടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ ഭാഗം കൃത്യമായി ആവിഷ്കരിക്കുക ദുഷ്കരമായിരുന്നു.
മറ്റു രാജ്യങ്ങളിലെ സംഗീതത്തെക്കാളും ഹൃദയവും മനസ്സും കവർന്നത് ഇന്ത്യൻ സംഗീതമായിരുന്നു. 30-40 വർഷമെടുത്താലും വിദേശികൾക്ക് ഇന്ത്യൻ ഭാഗം കൃത്യമായി ആവിഷ്കരിക്കുക ദുഷ്കരമായിരുന്നു. അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ്. അമീർ ഖുസ്രു ആണ് ഇങ്ങനെ പറഞ്ഞത്. മലബാറിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. മലബാറിൽ അഥവാ പഴയ കേരളത്തിൽ വിവിധ ആചാരങ്ങളും വിശ്വാസങ്ങളും വെച്ചു പുലർത്തുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്കിടയിൽ അവരുടെ മതവിശ്വാസത്തിൻ്റെ പേരിൽ യാതൊരു കലഹവും ഉണ്ടാകാറില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അൽ-ബിറൂനിയാണ്. അൽ-ബിറൂനിയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അടുത്തത് വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ്. കാടും പടലവും വെണ്ണീറാക്കി കനകക്കതിരിനു വളമേകി കഠിനമിരുമ്പു കുഴമ്പാക്കി പല കരുനിവിര വാർത്തു പണിക്കേകി അറിവിൻ തിരികൾ കൊളുത്തി കലകൾ കാവേശത്തി ചൂടേകി മാവോടലിയും മർത്യാത്മാവിന് മേലോട്ടുയരാൻ ചിറകു തകി. വയലോപ്പള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ് ഇത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ വചനങ്ങളാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്നത്. തപോധൻ വാണിടും ആശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങളെന്ന പോൽ പരസ്പരം ഭിന്നതയാർന്ന ദേവതാഗണം വസിച്ചൈകമൊടപ്പുരത്തിലായി. മൂഷകവംശം 12-ാം സർഗത്തിലെ 112-ാമത്തെ ശ്ലോകമാണ് ഇത്. മൂഷകവംശത്തിലെ 12-ാം സർഗത്തിലെ 112-ാമത്തെ ശ്ലോകം. തപോധൻ വാണിടും ആശ്രമങ്ങളിൽ വസിച്ചിടും വന്യമൃഗങ്ങളെന്ന പോലെ പരസ്പരം ഭിന്നതയാർന്ന ദേവതാഗണം വസിച്ചൈക്യമൊടപ്പുരത്തിലായി. മൂഷകവംശത്തിലെ 12-ാം സർഗത്തിലെ 112-ാമത്തെ ശ്ലോകമാണ് ഇത്. മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട്ട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ കാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. അബ്ദുൾ റസാഖിൻ്റെ വാക്കുകളാണ്. അബ്ദുൾ റസാഖാണ് ഇങ്ങനെ പറഞ്ഞത്. മുസ്ലിങ്ങൾ സാമൂതിരിയുടെ സമ്മതത്തോടെ വലിയ പള്ളികൾ കോഴിക്കോട് പണിയിച്ചിട്ടുണ്ട്. അവയിൽ ബാങ്കും നമസ്കാരവും കൃത്യമായി നടക്കുന്നു. പള്ളികളിൽ കാസിമാരെ നിയമിച്ചു കൊടുത്തിട്ടുള്ളത് സാമൂതിരിയാണ്. ഇത് അന്നത്തെ കാലത്തെ സാമൂതിരിയെക്കുറിച്ച് അബ്ദുൾ റസാഖ് പറഞ്ഞതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായ ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവേശമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതില്ലാത്ത ആനന്ദവും അഭിമാനവുമായി ആയിരുന്നു അന്ന് വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായ ശ്യാം ശരൺ നേഗിയുടെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആവശ്യമായിരുന്നു അന്നെല്ലാം ഞങ്ങൾക്ക്. അതിരില്ലാത്ത ആനന്ദവും അഭിമാനവുമായിരുന്നു വോട്ട് ചെയ്തിറങ്ങിയപ്പോൾ. വോട്ട് ചെയ്യാതിരിക്കരുത്, രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യമാണിത്. 2014 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡറും ശ്യാം ശരൺ നേഗിയായിരുന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശ്യാം ശരൺ നേഗി ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറും ശ്യാം ശരൺ നേഗിയാണ്. സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം. റോബർട്ട് മെർട്ടനും റോബർട്ട് നിസ്ബറ്റും പറഞ്ഞ കാര്യമാണ്. റോബർട്ട് നിസ്ബറ്റും പറഞ്ഞതാണ് സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം. അപ്പോൾ സാമൂഹിക പ്രശ്നം എന്നതിനെക്കുറിച്ചുള്ള ഇവരുടെ കൺസെപ്റ്റാണ് ഇത്. റോബർട്ട് മെർട്ടൻ്റെയും റോബർട്ട് നിസ്ബറ്റിൻ്റെയും. ഇനി ലെൻസ്ബർഗിൻ്റെ സാമൂഹിക പ്രശ്നത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. സമൂഹത്തിൻ്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത്. ലെൻസ്ബർഗിൻ്റെ കൺസെപ്റ്റാണ് ഇത്. ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ് ജനാധിപത്യത്തെക്കുറിച്ച്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നുള്ളത് എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ്.
ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനമാണ് ജനാധിപത്യം. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. അമർത്യ സെന്നാണ് ഇങ്ങനെ പറഞ്ഞത്. എസ് കെ പൊറ്റക്കാടിൻ്റെ വരികളാണ്. കേരളമേ നിന്റെ യോമന പേർ കേൾക്കെ കോളിർമർ കൊള്ളണമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കുവോൾ നാടുകളും വായിളം പുല്ലനി കുന്നിൻ പുറങ്ങളും നേരറ്റ നീറപ്പൊയ്കകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര നിലാവും. എസ് കെ പൊറ്റക്കാടിൻ്റെ വരികളാണ് ഇത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിളക്കി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിളക്കി. ഗാന്ധിജി പറഞ്ഞതാണ്. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് ഇത്. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല. ജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞത് മറ്റൊന്നുമല്ല. സുഭാഷ് ചന്ദ്രബോസാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഗാന്ധിജി ചൗരി ചൗര സംഭവത്തിന് ശേഷം നിസ്സഹകരണ പ്രസ്താവന പിൻവലിച്ചു. അപ്പോഴാണ് സുഭാഷ് ചന്ദ്രബോസ് ഇങ്ങനെ പറഞ്ഞത്, ഒരു ദേശീയ ദുരന്തം. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചമായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഉപ്പ് സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. ഉപ്പ് സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന സമയത്താണ് ഗാന്ധിജി ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഗാന്ധിജിയുടെ വാക്കുകളാണ് ഇത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് ഗാന്ധിജിയുടെ ആഹ്വാനം. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മെക്കാളെ പ്രഭുവിൻ്റെ കോട്സാണിത്. മെക്കാളെ പ്രഭുവാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് മുൻ വർഷ ചോദ്യമാണ്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വെറുമൊരു സങ്കല്പം മാത്രമല്ല, എന്നെ ആവേശിച്ചടിപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പുസ്തകമായ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയ വാക്കുകളാണ് ഇത്. ഇന്ത്യയുടെ ഏകത്വം എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിമേൽ ബുദ്ധിയുടെ വെറുമൊരു സങ്കല്പം മാത്രമല്ല, എന്നെ അടിപ്പെടുത്തി കളഞ്ഞ വൈകാരികമായ ഒരു അനുഭവമാണ്. യാതൊരു രാഷ്ട്രീയ വിഭജനത്തിനും ആപത്തിനും മഹാനാശത്തിനും കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ബലിഷ്ഠമായിരുന്നു കാതലായ ആ ഏകത്വം. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ കണ്ടെത്തൽ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വാക്കുകളാണ് ഈ മുകളിൽ സൂചിപ്പിച്ച വാക്കുകൾ. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തലുവിൻ്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് 2019 ഖാദി വില്ലേജ് LDCയിൽ ചോദിച്ച ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. വീരേശലിംഗം പന്തലുവിൻ്റെ വാക്കുകളാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിയും.
പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. കേശവചന്ദ്ര സെന്നിൻ്റെ വാക്കുകളാണ്. കേശവചന്ദ്ര സെന്നാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രാജാ റാം മോഹൻ റോയ് ആണ്. രാജാ റാം മോഹൻ റോയ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാ റാം മോഹൻ റോയിയുടെ വാക്കുകളാണ് ഇത്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെയും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത്. കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷര ഗോത്ര ജനത നടത്തിയത്. ചരിത്രകാരനായ കെ സുരേഷ് സിംഗിൻ്റെ വാക്കുകളാണിത്. അതായത് കർഷകരെക്കാൾ അധികം തീവ്ര പോരാട്ടങ്ങൾ ഗോത്ര വിഭാഗങ്ങളാണ് നടത്തിയത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെക്കുറിച്ച് ആണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. കെ സുരേഷ് സിംഗ് എന്ന ചരിത്രകാരൻ്റെ വാക്കുകളാണ് ഇത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. തലശ്ശേരി സബ് കളക്ടറായ TH ബേബറാണ് ഇങ്ങനെ പറഞ്ഞത്. കുറിച്യ കലാപ സമയത്തെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. കുറിച്യ കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്ന TH ബേബർ കുറിച്യ കലാപത്തെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. വില്യം വെൻഡിക് പ്രഭു ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. 1834 മുതൽ 35 വരെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവർണർ ജനറലായ വില്യം വെൻഡിക് പ്രഭു ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അന്നത്തെ പരുത്തി കർഷകരുടെ ദുരവസ്ഥയും അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് അദ്ദേഹം ഈ വാക്കിലൂടെ നമ്മളെ അറിയിക്കുന്നത്. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായി മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധമോ വായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യമായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജെർഗൻ കുസിയാസ്കിയാണ് ഇങ്ങനെ പറഞ്ഞത്. ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജെർഗൻ കുസിയാസ്കിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ളത് മുസോളിനിയുടെ വാക്കുകളാണ്. ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ്. ഇറ്റലിയുടെ ഏകാധിപതിയായിരുന്ന ബെനിറ്റോ മുസോളിനിയുടെ വാക്കുകളാണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്നുള്ളത്. അപ്പോൾ മുസോളിനിയുടെ വാക്കുകളാണ് മുകളിൽ പറഞ്ഞത്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട ഒരു പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായമാകുമെന്ന് സ്വയം ചോദിക്കുക. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിത്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് ഇത്.
പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡന്റെ വാക്കുകളാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. പാശ്ചാത്യ ചിന്തകനായ എൻ ഗ്ലാഡന്റെ വാക്കുകളാണ്. പൊതുഭരണം എന്നാൽ ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തിക്കുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഡോക്ടർ APJ അബ്ദുൽ കലാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഗവേൺസ് പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം ഗവേണൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഗവേണൻസ് പദ്ധതിയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകളാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ചേരിചേരാ നയം രൂപീകരിച്ചപ്പോഴും ചേരിചേരാ പ്രസ്ഥാനം അഥവാ നാം പ്രസ്ഥാനം പ്രഖ്യാപിച്ചപ്പോഴൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ചേരിചേരായ്മ ലോക രാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്നാണ് ജവഹർലാൽ നെഹ്റു നാം രൂപീകരണ വേളയിൽ അഭിപ്രായപ്പെട്ടത്. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലീവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലീവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീൻ വിമോചന നേതാവ് യാസിർ അറഫാത്താണ് ഇങ്ങനെ പ്രസംഗിച്ചത്. യാസിർ അറഫാത്തിൻ്റെ പ്രസംഗമാണ് പലസ്തീൻ വിമോചനം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്കും മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാന്റെ വരികളാണ്. ഒരു ഉത്ബോധനം എന്ന കവിതയിലെ വരികളാണ് ഇത്. ഒരു ഉത്ബോധനം എന്ന കവിതയിലെ കുമാരനാശാന്റെ വരികളാണ് ഇത്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ജോൺ ലോക്കിന്റെ വാക്കുകളാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ജോൺ ലോക്ക് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജോൺ ലോക്ക് പറഞ്ഞ വാക്കുകളാണ്. മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നുള്ളത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക, ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ്റെ വാക്കുകളാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. തോമസ് പെയിൻ്റെ വാക്കുകളാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 14 വാക്കുകളാണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതിന് മുമ്പുള്ള ചക്രവർത്തിയാണ് ലൂയി 14. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. സാർ ചക്രവർത്തിയായിരുന്ന ലൂയി 14 വാക്കുകളാണ് ഇത്. എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ലൂയി 15 വാക്കുകളാണ്. എനിക്കു ശേഷം പ്രളയം, എനിക്കു ശേഷം പ്രളയം, ലൂയി 15. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, ജനങ്ങളാണ് പരമാധികാരി. ഈ രണ്ട് വാക്കുകളും റൂസോയുടെ വാക്കുകളാണ്. റൂസോ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. റൂസോയുടെ വാക്കുകളാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്താണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിയുടെ വാക്കുകളാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നുള്ളത്
ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിയുടെ വാക്കുകളാണ്. ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിയാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അന്റോയിനറ്റ് ആണ്. ഫ്രഞ്ച് വിപ്ലവകാലത്തെ സാർസ് ചക്രവർത്തിയായിരുന്ന ലൂയി 16 ഭാര്യയാണ് മേരി അന്റോയിനറ്റ്. ആ മേരി അന്റോയിനറ്റ് ആണ് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം അധ്വാനം കൊണ്ടാണ്. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. ഇത് റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ ഒരു വാക്കാണ്. റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവലിലെ ഒരു കോട്ടിങ്ങാണ് ഇത്. റഷ്യൻ വിപ്ലവ സമയത്ത് പ്രധാനപ്പെട്ട സാഹിത്യകാരനായിരുന്നു മാക്സിം ഗോർക്കി. അന്നത്തെ അവസ്ഥകൾ വിശദീകരിച്ചുകൊണ്ട് എഴുതിയ ഒരു നോവലാണ് അമ്മ എന്നുള്ളത്. അപ്പോൾ അതിലെ ഒരു വാക്കുകളാണ് ഇത്. മലബാറിൽ അതായത് കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണർ നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. സ്വാമി വിവേകാനന്ദന് 1897 മദ്രാശിയിൽ വെച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. മലബാറിനെ കുറിച്ച്, അതായത് ഇന്നത്തെ കേരളത്തെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ മുഴുവൻ കോട്ടിങ് ഇതാണ്. മലബാറിൽ, അതായത് ഇന്നത്തെ കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സവർണൻ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളാണ്. ഇതാണ് സ്വാമി വിവേകാനന്ദൻ 1897 മദ്രാശിയിൽ വെച്ച് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. അന്നത്തെ ഇതിന് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അയിത്തവും ഇതൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം കേരളത്തെ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളായ ദൈവദശകവും ആത്മോപദേശ ശതകവും ഇതിലെ വാക്കുകളാണ് ഇന്ന്. ആഴമേറും നിൻ മഹസ്സാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ആഴമേറും നിൻ മഹസ്സാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ദൈവദശകത്തിലെ ശ്രീനാരായണ ഗുരു എഴുതിയ വാക്കുകളാണിത്. ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരു എഴുതിയ വാക്കുകളാണ്. അവനവൻ അറിയുന്നതൊക്കെയോർത്താൽ അവനിലാദ്യമായൊരാത്മരൂപം അവനവൻ ആത്മാസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. അവനവൻ അറിയുന്നതൊക്കെയോർത്താലാദ്യമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. ആത്മോപദേശ ശതകത്തിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ദൈവദശകത്തിലെയും ആത്മോപദേശ ശതകത്തിലെയും ഈ രണ്ട് വാക്കുകളും പ്രധാനപ്പെട്ടതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മുകളിലത്തേത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1938 കടക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. സി കേശവൻ്റെ വാക്കുകളാണ്. പ്രശസ്തമായ കോലഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാണ് സി കേശവൻ. 1938 കടക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. സി കേശവൻ്റെ വാക്കുകളാണ് ഇത്. അരിസ്റ്റോട്ടലിൻ്റെ പൗരത്വത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാം. അരിസ്റ്റോട്ടിൽ പൗരത്വത്തെക്കുറിച്ച് പറഞ്ഞതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണങ്ങളിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം.
ഇതാണ് അരിസ്റ്റോട്ടിൻ്റെ പൗരത്വം എന്നതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻ. പ്ലാറ്റോയുടെ പ്രശസ്തമായ വാക്കുകളാണ്: നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. പ്ലാറ്റോയുടെ പ്രശസ്തമായ വാക്കുകളാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ബാബറിൻ്റെ ബാബർനാമയിൽ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശമാണ്: ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. ഹിന്ദുസ്ഥാൻ അത്ഭുതമുളവാക്കുന്ന ഭൂവിഭാഗമാണ്. മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് തികച്ചും വിഭിന്നമാണ്. ഇവിടുത്തെ പർവ്വതങ്ങൾ, നദികൾ, കാടുകൾ, മരുഭൂമികൾ എല്ലാം വ്യത്യസ്തമാണ്. ഇവിടുത്തെ മൃഗങ്ങൾ, ചെടികൾ, ജനങ്ങൾ, ഭാഷകൾ, മഴ, കാറ്റ് എല്ലാം വൈവിധ്യമാർന്നവയാണ്. അപ്പോൾ ബാബർനാമയിൽ ബാബർ ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെയാണ് പരാമർശിക്കുന്നത്. പ്രശസ്ത യാത്രികനായ അൽബറൂണിയുടെ അന്നത്തെ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരു കോട്ടിംഗ് ആണിത്: ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായത്തെക്കുറിച്ചാണ് അൽബറൂണി ഇങ്ങനെ പരാമർശിച്ചത്. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. ഇതുപോലെ തന്നെ കച്ചവട വരുമാനങ്ങളിൽ നിന്ന് നികുതി അടക്കണം. വരുമാനത്തിൻ്റെ 1/6 ഭാഗം നാടിൻ്റെ സംരക്ഷണത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. നിക്കോളോ കോണ്ടി, യാത്രികനായിരുന്ന നിക്കോളോ കോണ്ടി വിജയനഗരത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്: വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിരകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളുമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരങ്ങളായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാം തൂക്കായ മലനിലകൾക്കരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളുമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിലെ അങ്ങാടികളെല്ലാം വിലപിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. നിക്കോളോ കോണ്ടിയാണ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ പരാമർശിച്ചത്. ലോകസഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത അന്ന് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്: വലിയ സംഖ്യയും നിറഞ്ഞ സമ്പത്തും ഉള്ള നഗരമാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. ഇബ്നു ബത്തൂത്ത ഡൽഹി സുൽത്താനേറ്റ് സന്ദർശിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണിത്: വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത്. നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ്. വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൗലത്താബാദും. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണിയെടുക്കുന്നുണ്ട്. ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയറുടെ വാക്കുകളാണ്: കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. ഒരു മുറിയിൽ മേൽനോട്ടക്കാരനു കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം. മറ്റൊന്നിൽ സ്വർണ്ണപ്പണിയെടുക്കുന്നവരെ, ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണി ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് സഞ്ചാരിയായ ബർണറുടെ വാക്കുകളാണ്. അന്ന് ഇന്ത്യ സന്ദർശിച്ച സമയത്ത് തന്നെയാണ് അദ്ദേഹവും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഈ കാർഖാനകൾ എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണകാലത്ത് പ്രഭുക്കന്മാർക്കും രാജകൊട്ടാരത്തിലേക്കും വേണ്ടി ചിത്രപ്പണികളും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് കാർഖാനകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാർഖാനകൾ അതാണെന്ന് അനുബന്ധമായിട്ട് ഓർത്തിരിക്കുക. മുഗൾ ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന റാൽഫ് ഫിച്ച് അന്ന് കണ്ടെത്തിയ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളാണ്: ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതുമാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. ഫ്രഞ്ച് സഞ്ചാരിയായ റാൽഫ് ഫിച്ച് മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ നടത്തിയ നിരീക്ഷണമാണ്.
ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹിയാവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും. ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയറിൻ്റെ വാക്കുകളാണ്. മുഗൾ ഭരണകാലത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളാണ് ഈ വാക്കുകളിലൂടെ പറയുന്നത്. ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണ രീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട്. ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു. ഇവിടെ ദരിദ്രരും ധനികരും ഒരുപോലെയുണ്ട് എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ അദ്ദേഹം വിശദമാക്കുന്നത്. ഫ്രഞ്ച് സഞ്ചാരിയായ ടവർണിയറുടെ വാക്കുകളാണ്. മുഗൾ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചത്. അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന സമ്പാദനത്തിന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ്. ചതുരംഗം, പഞ്ചതന്ത്രം കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ്. അമീർ ഖുസ്രു ആണ് ഇങ്ങനെ പറഞ്ഞത്. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തിരിക്കാന്നുള്ളൂ. ഓക്കെ. രാജ്യത്തിൻ്റെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്. രാജ്യത്തിൻ്റെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിനു വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. മാഡിബയുടെ വാക്കുകളാണ്. മാഡിബ എന്ന് പറഞ്ഞാൽ നെൽസൺ മണ്ടേലയാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനുള്ളതാണ്. ഗാന്ധിജിയാണ് ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. ഹിന്ദുസ്ഥാനിലെ മറ്റൊരു സവിശേഷത വ്യത്യസ്ത തൊഴിലുകളിൽ പ്രാവീണ്യമുള്ള ധാരാളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഓരോ തൊഴിലിലും ഏർപ്പെട്ടിരുന്നവർ ഓരോ ജാതിയിൽപ്പെടുന്നവരായിരുന്നു. പരമ്പരാഗതമായി ഈ തൊഴിലുകൾ പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ആഗ്രയിലെ എൻ്റെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മാത്രം 680ഓളം കൽപ്പണിക്കാർ ദിനവും തൊഴിൽ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഹിന്ദുസ്ഥാൻ്റെ എല്ലായിടങ്ങളിലും എണ്ണമറ്റ തൊഴിൽ കൂട്ടങ്ങളുണ്ട്. ബാബറിൻ്റെ ജീവചരിത്രമായ ബാബർനാമയിലാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽക്കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി മുഗൾ ഭരണാധികാരിയായ ബാബറിൻ്റെ നിരീക്ഷണമാണ് ഇത്. ബാബർനാമയിലെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമാണ് ഇത്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. മാഡം ഭിക്കാജി കാമയാണ് ഇങ്ങനെ പറഞ്ഞത്. വന്ദേമാതരം പ്രസിദ്ധീകരണത്തിലാണ് മാഡം ഭിക്കാജി കാമ ഇങ്ങനെ പറഞ്ഞത്. ഇനി ആരാണ് വാഞ്ചി എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യർ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറാണ് റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശെ. തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ച് കൊന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ അദ്ദേഹവും ആത്മാഹൂതി ചെയ്തു. തിരുനെൽവേലി കളക്ടറെ വെടിവെച്ച് കൊന്ന ശേഷം ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. അത് സ്വയം വെടിവെച്ചാണ് മരിച്ചത്. അതുകൊണ്ടാണ് മാഡം ഭിക്കാജി കാമ അതിനെക്കുറിച്ചാണ് ഇങ്ങനെ വന്ദേമാതരത്തിൽ